വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തേർഡ് ചാപ്റ്ററായ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസിലെ ബേസിക് അക്കൗണ്ടിംഗ് ഇക്വേഷനാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചില ട്രാൻസാക്ഷൻസ് തന്നു. ആ ട്രാൻസാക്ഷൻസ് പ്രകാരം എങ്ങനെയാണ് ബേസിക് അക്കൗണ്ടിംഗ് ഇക്വേഷനായ അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളത് എല്ലാ സമയത്തും ശരിയാകുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ക്ലാസ്സിലെ ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. മോഹിത് ഹാസ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. പ്രിപ്പയർ അക്കൗണ്ടിംഗ് ഇക്വേഷൻ. 1. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് റുപ്പീസ് 1,75,000. 2. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രോഹിത് ഓൺ ക്രെഡിറ്റ് റുപ്പീസ് 50,000. 3. sold goods on credit to Manish costing rupees 17,500, rupees 20,000. Purchased furniture for office use rupees 10,000. Cash paid to Rohit in full settlement rupees 48,500. അപ്പോൾ ആദ്യം നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടേബിൾ വരയാം. അതിനകത്ത് ആദ്യത്തെ കോളം ട്രാൻസാക്ഷൻ നമ്പർ, വളരെ ചെറിയൊരു കോളം മതി. രണ്ടാമത്തെ കോളം അസറ്റ്സ്, അതിന് വലിയൊരു കോളം പ്രൊവൈഡ് ചെയ്യുക, കാരണം ഒന്നിലേറെ അസറ്റുകൾ ഉണ്ടാകാം. ലാബിലിറ്റീസ്, അതിനും കോളം ചെറുത് മതി. ക്യാപിറ്റൽ ചെറിയ കോളം മതി. ഇനി ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് റുപ്പീസ് 1,75,000. അത് നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ്. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിൽ ക്യാഷ് വരും 1,75,000. അതുപോലെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റലും 1,75,000 ആയിട്ട് വരും. അപ്പോൾ അസറ്റ്സിലെ ആദ്യത്തെ അസറ്റ് എഴുതുക ക്യാഷ്. ഇനി ട്രാൻസാക്ഷൻ നമ്പർ 1 ക്യാഷിൻ്റെ കോളത്തിൽ എഴുതുക 1,75,000. ക്യാപിറ്റൽ കോളത്തിലും 1,75,000. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രോഹിത് റുപ്പീസ് 50,000 ഓൺ ക്രെഡിറ്റ്. 50,000 രൂപയുടെ സാധനങ്ങൾ രോഹിത്തിൻ്റെ അടുത്ത് കടമായിട്ട് വാങ്ങിച്ചു. അപ്പോൾ കടമായിട്ട് രോഹിത്തിൻ്റെ അടുത്ത് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ക്യാഷ് നമ്മൾ കൊടുക്കുന്നില്ല, പകരം പൈസ കൊടുക്കാനുള്ളതായിട്ട് കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, ആ സാധനങ്ങളുടെ വില കൊടുക്കാനുള്ളതായിട്ട് കാണിക്കണം. അപ്പോൾ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ അസറ്റ്സിൽ വരുന്നത് പുതിയൊരു അസറ്റ് വരും, ഗുഡ്സ് എന്ന് കാണിക്കുക. ട്രാൻസാക്ഷൻ നമ്പർ 2 എന്ന് എഴുതുക. അതിനുശേഷം ഗുഡ്സിൽ 50,000. ആ 50,000 റുപ്പീസ് നമ്മൾ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ലാബിലിറ്റീസിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക 50,000. രണ്ട് ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് 1,75,000, ഗുഡ്സ് 50,000, ക്രെഡിറ്റേഴ്സ് 50,000, ക്യാപിറ്റൽ 1,75,000. നമുക്കിവിടെയും അക്കൗണ്ടിങ് ഇക്വേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷും ഗുഡ്സും 1,75,000 പ്ലസ് 50,000 2,25,000. അതുപോലെ ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റലും 2,25,000 തന്നെ കിട്ടും. ഇനി നമ്മുടെ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മനീഷ് കോസ്റ്റിംഗ് റുപ്പീസ് 17,500, റുപ്പീസ് 20,000. 17,500 രൂപ വിലയുള്ള ഗുഡ്സ് 20,000 രൂപക്ക് വിറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ 17,500 രൂപയുള്ള വിലയുള്ള ഗുഡ്സാണ് നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നത്. പക്ഷെ അത് വിൽക്കുന്നത് 20,000 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ലാഭമോ നഷ്ടമോ? യെസ്, നമുക്ക് ലാഭം കിട്ടും. എത്ര രൂപ? 2,500. അപ്പോൾ നമ്മൾ കാണിക്കുക കടമായിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ കടമായിട്ട് വിൽക്കുന്നത് കൊണ്ട് തന്നെ പൈസ കിട്ടാനുള്ളതായിട്ട് കാണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ അത് അസറ്റിൽ പുതിയൊരു അസറ്റ് കാണിക്കുക, ഡെറ്റേഴ്സ്. ഇനി മൂന്നാമത്തെ ഇടപാട് കാണിക്കുക. അതിൽ ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് 17,500 ആണ് വിറ്റത്. അതുകൊണ്ട് തന്നെ ഗുഡ്സ് കോളത്തിൽ -17,500. ഡെറ്റേഴ്സ് കോളത്തിൽ നമുക്ക് പൈസ കിട്ടാനുണ്ട്. 17,500 രൂപ വിലയുള്ള ഗുഡ്സാണ് വിറ്റതെങ്കിലും 20,000 രൂപക്കാണ് വിറ്റത്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള പൈസ എന്ന് പറയുന്നത് 20,000 രൂപയായിരിക്കും. അത് ഡെറ്റേഴ്സ് കോളത്തിൽ കാണിക്കുക. പിന്നെ 2,500 എന്ന് പറയുന്നത് നമ്മുടെ ലാഭമാണ്. അപ്പോൾ ലാഭം കിട്ടിയാലും നഷ്ടം കിട്ടിയാലും അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റലിനോടാണ്.
അപ്പോൾ ക്യാപിറ്റലിനോട് 2500 രൂപ ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് ആയിട്ട് കിട്ടുന്നത് ക്യാഷ് 1,75,000, ഗുഡ്സ് 32,500, ഡെറ്റേഴ്സ് 20,000, ക്രെഡിറ്റേഴ്സ് 50,000 ആൻഡ് ക്യാപിറ്റൽ 1,77,500. നെക്സ്റ്റ് ഫോർത്ത്, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ഓഫീസ് യൂസ് ₹10,000. 10,000 രൂപക്കുള്ള ഫർണിച്ചർ നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ 10,000 രൂപക്ക് ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ക്യാഷ് കൊടുക്കുന്നു, ഫർണിച്ചർ കിട്ടുന്നു. അപ്പം ട്രാൻസാക്ഷൻ നമ്പറിൽ രേഖപ്പെടുത്തുക 4, ക്യാഷ് കോളത്തിൽ -10,000, ഫർണിച്ചർ കോളത്തിൽ 10,000. ഇതിൻ്റെ നെറ്റ് ക്യാഷ് വരുന്നത് 1,65,000 ആവും. ഗുഡ്സ് 32,500, ഡെറ്റേഴ്സ് 20,000, ഫർണിച്ചർ 10,000, ക്രെഡിറ്റേഴ്സ് 50,000, ക്യാപിറ്റൽ 1,77,500. നെക്സ്റ്റ്, ക്യാഷ് പെയ്ഡ് ടു രോഹിത് ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ₹48,500. രോഹിത്തിന് ഫുൾ സെറ്റിൽമെൻ്റ് ആയിട്ട് 48,500 രൂപ കൊടുത്തു. രോഹിത്തിന് കൊടുക്കാനുണ്ടായിരുന്നത് 50,000 രൂപയാണ്. അപ്പോൾ 50,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നപ്പോൾ 48,500 രൂപ കൊടുത്തിട്ട് ഇത് ഫുൾ സെറ്റിൽമെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇനി രോഹിത്തിന് കൊടുക്കാൻ പൈസയൊന്നും ബാക്കിയില്ല എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ 50,000 രൂപ കൊടുക്കാനുള്ള സ്ഥലത്ത് 48,500 രൂപ കൊടുത്തു, അക്കൗണ്ട് സെറ്റിൽ ചെയ്തു എന്ന് പറയുമ്പോൾ ബാക്കി വരുന്നത് ഡിസ്കൗണ്ട് ആയിരിക്കും. 1,500 രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയതാണ്. 50,000 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് 48,500 രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കി വരുന്ന 1,500 രൂപ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട് ആണ്. അത് നമ്മൾ ക്യാപിറ്റലിനോട് ആഡ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. നമ്മുടെ ഇൻകം ആണ്, അല്ലെങ്കിൽ നമ്മുടെ ലാഭമായിട്ട് നമ്മൾ കണക്കാക്കി ക്യാപിറ്റലിനോട് ആഡ് ചെയ്യണം. അപ്പോൾ അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ പ്രകാരം ട്രാൻസാക്ഷൻ നമ്പർ 5 എന്ന് എഴുതുക. ക്യാഷ് പെയ്ഡ് ടു രോഹിത് ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് 48,500 ആണ്. അപ്പോൾ ക്യാഷ് കൊടുക്കുന്നത് 48,500 ആണ്. അപ്പോൾ ക്യാഷ് കോളത്തിൽ -48,500, ക്രെഡിറ്റേഴ്സിൽ 50,000 രൂപയുടെ ക്രെഡിറ്റേഴ്സിനാണ് പൈസ കൊടുത്തത്. അപ്പോൾ ഇനി പൈസ ഒന്നും കൊടുക്കാനില്ല. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സ് കോളത്തിൽ -50,000 കാണിക്കുക. ക്രെഡിറ്റേഴ്സിന് 0 ആയിരിക്കണം. ഇപ്പോൾ ഡിഫറൻസ് വന്ന 1,500 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട് ആണ്. അത് നമ്മുടെ ഇൻകം ആണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് പോലെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ക്യാപിറ്റലിനോട് ആഡ് ചെയ്യുക. ഇപ്പോൾ +1,500. അപ്പോഴതിൻ്റെ നെറ്റ് ഇഫക്റ്റ് വരുന്നത് ക്യാഷ് 1,16,500, ഗുഡ്സ് 32,500, ഡെറ്റേഴ്സ് 20,000, ഫർണിച്ചർ 10,000 ആൻഡ് ക്യാപിറ്റൽ 1,79,000. ഇനി നമുക്ക് ഇക്വേഷൻ നോക്കാം. അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷ് 1,16,500, ഗുഡ്സ് 32,500, ഡെറ്റേഴ്സ് 20,000, ഫർണിച്ചർ 10,000, ടോട്ടൽ 1,79,000. അതുപോലെ ലാബിലിറ്റീസ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് ഒന്നുമില്ല, ക്യാപിറ്റൽ 1,79,000. ടോട്ടൽ അസറ്റ് 1,79,000, ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റലും 1,79,000 തന്നെ കിട്ടും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ എക്സാമ്പിൾ. അനലൈസ് ദി ഇഫക്റ്റ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ ഓൺ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആൻഡ് ഷോ ദാറ്റ് ദി ബോത്ത് സൈഡ്സ് ഓഫ് അക്കൗണ്ടിങ് ഇക്വേഷൻ asset equal to liability plus capital remain equal. First, introduced rupees 8 lakh as cash and 50,000 by stock. Second, purchased plant rupees 3 lakh and paid rupees 15,000 balance on credit. Third, deposited rupees 6 lakh into the bank. Fourth, check issued to the creditor for rupees 35,000. 5. Withdrawn by owner for personal use rupees 25,000. അപ്പോൾ ഇതിന് നേരത്തെ വരച്ചതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരെയാം. അസറ്റിന് കൂടുതൽ കോളം വരേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ അത് വലിയ കോളം പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നമ്പർ, അസറ്റ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ. അപ്പോൾ ആദ്യം ഇൻട്രൊഡ്യൂസ്ഡ് 8 lakh ആസ് ക്യാഷ് ആൻഡ് 50,000 ബൈ സ്റ്റോക്ക്. ബിസിനസ്മാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിലേക്ക് 8 ലക്ഷം രൂപ ക്യാഷും 50,000 രൂപയുടെ ഗുഡ്സും അല്ലെങ്കിൽ സ്റ്റോക്കും കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം അസറ്റായിട്ട് 2 അസറ്റ് നമുക്ക് വരുന്നുണ്ട്, ക്യാഷും ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക്. അത് 2 അസറ്റിന് കോളം പ്രൊവൈഡ് ചെയ്യുക.
അതിനുശേഷം ട്രാൻസാക്ഷൻ നമ്പർ രേഖപ്പെടുത്തുക 1. ക്യാഷ് കൊണ്ടുവരുന്നത് 8 ലാക്ക് ആണ്. ഇപ്പോൾ ക്യാഷ് കോളത്തിൽ 8 ലാക്ക്. ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് കൊണ്ടുവരുന്നത് 50,000 ആണ്. സ്റ്റോക്ക് കോളത്തിൽ 50,000 കാണിക്കുക. ക്യാപിറ്റൽ 8,50,000 ക്യാപിറ്റൽ കാണിക്കുക. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പറയുന്നത് പർച്ചേസ്ഡ് പ്ലാന്റ് റുപ്പീസ് 3 ലാക്ക് ആൻഡ് പെയ്ഡ് റുപ്പീസ് 15,000 ബാലൻസ് ഓൺ ക്രെഡിറ്റ്. ഒരു പ്ലാന്റ് വാങ്ങിച്ചു 3 ലക്ഷം രൂപക്ക്. 3 ലക്ഷം രൂപയുടെ പ്ലാന്റ് വാങ്ങിച്ചു, പക്ഷെ പൈസ കൊടുത്തത് 15,000 രൂപയാണ്. ബാക്കി കടമായിട്ടാണ് വാങ്ങിച്ചത്. ഇപ്പോൾ 2,85,000 രൂപ പൈസ കൊടുക്കാനുണ്ട്. 15,000 രൂപ ക്യാഷ് കൊടുത്തു. പ്ലാന്റ് ആണ് വാങ്ങിച്ചത്. അപ്പോൾ അസറ്റിൽ പുതിയൊരു അസറ്റ് വന്നതായിട്ട് കാണിക്കുക പ്ലാന്റ്. അതുപോലെ ലാബിലിറ്റിയിൽ പൈസ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കോളം ലാബിലിറ്റിയിലും പ്രൊവൈഡ് ചെയ്യാം. ഇനി ട്രാൻസാക്ഷൻ നമ്പർ രേഖപ്പെടുത്തുക 2. നമ്മൾ ക്യാഷ് കൊടുത്തത് 15,000 ആണ്, അതുകൊണ്ട് തന്നെ ക്യാഷ് കോളത്തിൽ -15,000 എന്ന് കാണിക്കാം. പ്ലാന്റ് കോളത്തിൽ പ്ലാന്റ് വാങ്ങിച്ചത് 3 ലക്ഷം രൂപയുടെ പ്ലാന്റാണ് വാങ്ങിച്ചത്, അതുകൊണ്ട് തന്നെ പ്ലാന്റ് കോളത്തിൽ 3 ലാക്ക് തന്നെ കാണിക്കുക. ഇനി ക്രെഡിറ്റേഴ്സ് കോളത്തിൽ നമ്മൾ പൈസ കൊടുക്കാൻ ബാക്കിയുള്ളത് 3 ലക്ഷത്തിൻ്റെ പ്ലാന്റ് വാങ്ങിച്ചു, 15,000 രൂപ കൊടുത്തു, ബാക്കി കൊടുക്കാനുള്ളത് 2,85,000 രൂപയാണ്. ആ 2,85,000 റുപ്പീസ് ക്രെഡിറ്റേഴ്സ് കോളത്തിൽ കാണിക്കുക. അതിനുശേഷം നെറ്റ് ഇഫക്റ്റ് ഒന്നുകൂടി നോക്കാം. ക്യാഷ് 7,85,000 വരും, സ്റ്റോക്ക് 50,000, പ്ലാന്റ് 3 ലാക്ക്. ലാബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ് 2,85,000, ക്യാപിറ്റൽ 8,50,000. ഇവിടെയും ഓരോ സ്റ്റേജിലും വേണമെങ്കിൽ അക്കൗണ്ട് ഇക്വേഷൻ വെരിഫൈ ചെയ്യാം, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. 3rd, ഡെപ്പോസിറ്റഡ് റുപ്പീസ് 6 ലാക്ക് ഇൻ ടു ദി ബാങ്ക്. ബാങ്കിൽ 6 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്കിൽ 6 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ബാങ്ക് നമുക്കൊരു അസറ്റായിട്ട് വരണം, ക്യാഷ് കുറയവും വേണം. അപ്പോൾ അസറ്റ് കോളത്തിൽ ബാങ്ക് എന്ന് പറയുന്ന മറ്റൊരു കോളം കൂടി പ്രൊവൈഡ് ചെയ്യാം. ട്രാൻസാക്ഷൻ നമ്പറിൽ 3 എന്ന് രേഖപ്പെടുത്തുക. ക്യാഷിൽ -6 ലാക്ക്, കയ്യിലുള്ള ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ കയ്യിൽ ക്യാഷ് 6 ലക്ഷം രൂപ കുറയണം. അപ്പോൾ -6 ലാക്ക്. ബാങ്ക് കോളത്തിൽ 6 ലാക്ക് കാണിക്കുക. ആ 6 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ബാങ്ക് കോളത്തിൽ 6 ലാക്ക് കാണിക്കുക. ഇനി അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് നോക്കാം. ക്യാഷ് 1,85,000 ആണ് ബാക്കി ഉണ്ടാവുക. സ്റ്റോക്ക് 50,000, പ്ലാന്റ് 3 ലാക്ക്, ബാങ്ക് ബാലൻസ് 6 ലാക്ക്, ക്രെഡിറ്റേഴ്സ് 2,85,000, ക്യാപിറ്റൽ 8,50,000. നെക്സ്റ്റ് 4th ട്രാൻസാക്ഷൻ. ചെക്ക് ഇഷ്യൂഡ് ടു ദി ക്രെഡിറ്റർ ഫോർ ₹35,000. ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ടായിരുന്നത് 2,85,000 ആണ്. അതിൽ 35,000 റുപ്പീസിൻ്റെ ക്രെഡിറ്റേഴ്സിന് ചെക്ക് കൊടുത്തു. അപ്പോൾ ക്യാഷ് അല്ല കൊടുക്കുന്നത്, ചെക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്നാണ് അത് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ചെക്ക് ഇഷ്യൂഡ് ടു ദി ക്രെഡിറ്റർ ഫോർ ₹35,000. ഇപ്പോൾ 4th ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുക. ക്യാഷ് കോളത്തിൽ മാറ്റമൊന്നുമില്ല, 1,85,000. സ്റ്റോക്ക് കോളത്തിൽ 50,000, പ്ലാന്റ് കോളത്തിൽ 3 ലാക്ക്, ബാങ്ക് കോളത്തിൽ -35,000, ക്രെഡിറ്റേഴ്സ് കോളത്തിലും -35,000. ഇനി അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് നോക്കാം. ക്യാഷ് 1,85,000, സ്റ്റോക്ക് 50,000, പ്ലാന്റ് 3 ലാക്ക്, ബാങ്ക് 5,65,000 വരും. ക്രെഡിറ്റേഴ്സ് 2,50,000, ക്യാപിറ്റൽ 8,50,000. നെക്സ്റ്റ്, വിഡ്രോൺ ബൈ ഓണർ ഫോർ പേഴ്സണൽ യൂസ് 25,000. 25,000 രൂപ ബിസിനസ്മാൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്നും എടുത്തുകൊണ്ടുപോയി. അപ്പോൾ ബിസിനസ്മാൻ 25,000 രൂപ ബിസിനസ്സിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഷ് കുറയുകയും ചെയ്യണം, ക്യാപിറ്റലും കുറയണം. 1,85,000 - 25,000 ബാലൻസ് വരുന്നത് 1,60,000 ബാലൻസ് വരണം. സ്റ്റോക്ക് 50,000, പ്ലാന്റ് 3 ലാക്ക്, ബാങ്ക് 5,65,000, ക്രെഡിറ്റേഴ്സ് 2,50,000, ക്യാപിറ്റൽ 8,25,000. ഇനി നമുക്കിതിൻ്റെ നെറ്റ് ഇഫക്റ്റ് നമുക്ക് നോക്കാം. അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അസറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷ് 1,60,000,
സ്റ്റോക്ക് 50,000, പ്ലാന്റ് 3 lakh, ബാങ്ക് 5,65,000, ലാബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ് 2,50,000, ക്യാപിറ്റൽ 8,25,000. ഇപ്പോൾ അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നെക്സ്റ്റ് തേർഡ് എക്സാമ്പിൾ, പ്രിപ്പയർ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഫ്രം ദി ഫോളോയിങ്. Kumar started business with a cash 25,000. He paid commission rupees 2,000. Rent paid rupees 1,000. Commission received rupees 3,000. Paid insurance premium rupees 500. അപ്പോൾ നേരത്തെ വരച്ചതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. ട്രാൻസാക്ഷൻ നമ്പർ, അസറ്റ്, ലാബിലിറ്റി, ക്യാപിറ്റൽ. അപ്പോൾ അസറ്റിൽ ആദ്യം തന്നെ കുമാർ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആണ്. അപ്പോൾ അസറ്റിൽ ക്യാഷ് എന്ന് പറയുന്ന ഒരു കോളം വരക്കുക. അതിനുശേഷം ട്രാൻസാക്ഷൻ നമ്പർ 1 ക്യാഷിൽ 25,000, ക്യാപിറ്റലിലും 25,000 രേഖപ്പെടുത്തും. നെക്സ്റ്റ് ഹീ പെയ്ഡ് കമ്മീഷൻ rupees 2,000. കമ്മീഷൻ ഇനത്തിൽ 2,000 രൂപ കൊടുത്തു. അപ്പോൾ ക്യാഷ് 2,000 രൂപ കൊടുക്കുന്നുണ്ട്. കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റൊന്നുമല്ല, അതൊരു എക്സ്പെൻസ് ആണ്, അത് നമ്മുടെ ചിലവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലവായി കഴിഞ്ഞാൽ അത് നമ്മുടെ ലോസ് ആയി ട്രീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് എക്സ്പെൻസ് ഉണ്ടാവുന്നോ ആ എക്സ്പെൻസ് ആ സമയത്ത് ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്യാണ് വേണ്ടത്. എപ്പോഴൊക്കെയാണോ നമുക്ക് ഇൻകം ഉണ്ടാവുന്നത് ആ ഇൻകം ക്യാപിറ്റലിനോട് ആഡ് ചെയ്യണം. അപ്പോൾ ഇൻകം ഉണ്ടാകുമ്പോൾ ക്യാപിറ്റലിനോട് ആഡ് ചെയ്യണം, എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ കമ്മീഷൻ പേ ചെയ്തു എന്ന് പറയുമ്പോൾ ക്യാഷ് കുറയണം, അതുപോലെ ക്യാപിറ്റലിൽ നിന്നും കുറയണം, ബിക്കോസ് ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ്. അപ്പോൾ ട്രാൻസാക്ഷൻ നമ്പർ 2 ക്യാഷ് കോളത്തിൽ -2,000, ക്യാപിറ്റൽ കോളത്തിലും -2,000. ഇപ്പോൾ നെറ്റ് ഇഫക്റ്റ് ആയിട്ട് വരുന്നത് ക്യാഷ് 23,000, ക്യാപിറ്റലും 23,000 വരും. നെക്സ്റ്റ് റെൻറ്റ് പെയ്ഡ് 1,000, വാടക കൊടുത്തു. അപ്പോൾ വാടക 1,000 രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ വാടക എന്ന് പറയുന്നത് അതൊരു എക്സ്പെൻസ് ആണ്, അതൊരു ചിലവാണ്, അതൊരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ചിലവാണ്. അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്യണം. ക്യാഷ് കൊടുത്തതുകൊണ്ട് ക്യാഷിൽ നിന്നും മൈനസ് ചെയ്യാം. അതുകൊണ്ട് ട്രാൻസാക്ഷൻ നമ്പർ 3 ക്യാഷ് -1,000, ക്യാപിറ്റലും -1,000. ഇപ്പോൾ 22,000 വരും. നെക്സ്റ്റ് കമ്മീഷൻ റിസീവ്ഡ് rupees 3,000. നമുക്ക് കമ്മീഷൻ കിട്ടി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇൻകമാണ്. അപ്പോൾ ഇൻകം കിട്ടി എന്ന് പറയുമ്പോൾ അത് ക്യാപിറ്റലിനോട് ആഡ് ചെയ്യണം. ചിലവാണെങ്കിൽ ലെസ് ചെയ്യണം, ഇൻകം ആണെങ്കിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുമ്പോൾ അത് ക്യാപിറ്റലിനോട് ആഡ് ചെയ്യണം, അത് പൈസ കിട്ടിയതായതുകൊണ്ട് ക്യാഷിനോടും ആഡ് ചെയ്യണം. അപ്പോൾ ഫോർത്ത് ട്രാൻസാക്ഷൻ ക്യാഷ് കോളത്തിൽ +3,000, ക്യാപിറ്റൽ കോളത്തിലും +3,000. ഇപ്പോൾ ക്യാഷിൻ്റെ നെറ്റ് ഇഫക്റ്റ് 25,000, ക്യാപിറ്റൽ 25,000. ഇനി പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ₹500. ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തു. ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തു എന്ന് പറയുമ്പോൾ അതും നമ്മുടെ ചിലവാണ്, എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ ട്രാൻസാക്ഷൻ നമ്പർ 5 രേഖപ്പെടുത്തുക. ക്യാഷ് കോളത്തിൽ -500, ക്യാപിറ്റൽ കോളത്തിലും -500. ഇപ്പോൾ നെറ്റ് ഇഫക്റ്റ് ക്യാഷ് 24,500, ക്യാപിറ്റൽ 24,500. ഇപ്പോൾ അസറ്റ്സ് ക്യാഷ് മാത്രമേ ഉള്ളൂ 24,500, ലാബിലിറ്റീസ് ഇല്ല, ക്യാപിറ്റലും 24,500 തന്നെ കിട്ടും. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. പ്രിപ്പയർ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഫ്രം ദി ഫോളോയിങ്. ജമാൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 50,000, സാലറി പെയ്ഡ് ₹2,000, സാലറി ഔട്ട്സ്റ്റാൻഡിങ് ₹1,000. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ കൊടുക്കാൻ ബാക്കിയുള്ള സാലറിയാണ്, ഈ വർഷം കൊടുക്കേണ്ട സാലറിയാണ്, ഈ വർഷത്തെ ചെലവാണ്, പക്ഷേ ഈ വർഷം ക്യാഷ് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വർഷത്തെ സാലറി എമൗണ്ട് ഇനി കൊടുക്കാൻ ബാക്കിയുള്ളത് 1,000 രൂപയാണ്. നെക്സ്റ്റ് സാലറി പ്രീപെയ്ഡ് ₹3,000. സാലറി പ്രീപെയ്ഡ് മുൻകൂട്ടി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ സാലറി അല്ല, അടുത്ത വർഷത്തെ സാലറിയാണ്. അടുത്ത വർഷം കൊടുക്കേണ്ട സാലറി ഈ വർഷം തന്നെ മുൻകൂട്ടി കൊടുത്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ആൻ അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് ₹5,000. 5,000 രൂപ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നേരത്തെ വരച്ചതുപോലെ ഒരു ടേബിൾ വരയാം. അസറ്റ്സ്, ലാബിലിറ്റീസ്, ക്യാപിറ്റൽ. ട്രാൻസാക്ഷൻ നമ്പർ ഫസ്റ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അസറ്റിൽ ആദ്യത്തെ അസറ്റ് ക്യാഷ്. ട്രാൻസാക്ഷൻ നമ്പർ 1
ക്യാഷിൽ 50,000, ക്യാപിറ്റലും 50,000 ബിക്കോസ് ജമാൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 50,000 ആണ്. ഇനി രണ്ടാമത്തെ ഇടപാടെന്ന് പറയുന്നത് സാലറി പെയ്ഡ് ₹2,000. സാലറി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെലവാണ്. അതുകൊണ്ട് തന്നെ ആ ചെലവ് പേ ചെയ്യുമ്പോൾ അത് ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ നമ്പർ 2 ക്യാഷ് കോളത്തിൽ -2,000 സാലറി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ -2,000 ക്യാഷ് അത്രയും കുറയണം. ക്യാപിറ്റൽ കോളത്തിൽ അതൊരു ചിലവായതുകൊണ്ട് തന്നെ അത് -2,000 ക്യാപിറ്റൽ കോളത്തിലും കാണിക്കുക. ബാലൻസ് ക്യാഷ് 48,000, ക്യാപിറ്റലും 48,000 കാണിക്കുക. നെക്സ്റ്റ് തേർഡ് ട്രാൻസാക്ഷൻ സാലറി ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാൻ ബാക്കിയുള്ളത് ₹1,000. അത് ശ്രദ്ധിക്കുക. ഈ വർഷത്തെ സാലറിയാണ്, ഈ വർഷത്തെ ചിലവാണ്, പക്ഷെ അതിൻ്റെ പൈസ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊടുക്കാൻ ബാക്കിയുള്ള ചിലവ് എന്ന് പറയുമ്പോൾ അത് ഈ വർഷത്തെ ചിലവായിട്ട് തന്നെ എടുക്കണം, പക്ഷെ ക്യാഷ് കൊടുത്തിട്ടില്ല, കൊടുക്കാൻ ബാക്കിയുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ആയിരിക്കാം അഡ്ജസ്റ്റ് ചെയ്യാം? ക്യാഷിൽ വരുമോ? ഇല്ല, സ്വാഭാവികമായിട്ടും ക്യാഷിൽ വരില്ല. കാരണം ക്യാഷ് കിട്ടുമോ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വരുന്നത് കൊടുക്കാൻ ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കാം? 1000 രൂപ നമ്മൾ കൊടുക്കാൻ ബാക്കിയുണ്ട്. അതെന്തായിരിക്കും നമ്മുടെ? അത് നമ്മുടെ ലാബിലിറ്റി ആയിരിക്കും. ഇപ്പോൾ ലാബിലിറ്റിയിൽ ഒരു ലാബിലിറ്റി അവിടെ എഴുതുക, സാലറി ഔട്ട്സ്റ്റാൻഡിങ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഒരു ലാബിലിറ്റി ആയിട്ട് കാണിക്കുക. കൊടുക്കാൻ ബാക്കിയുള്ള സാലറി അത് നമ്മുടെ ലാബിലിറ്റിയാണ്. അത് നമ്മൾ ഭാവിയിൽ കൊടുത്തേ മതിയാകും. ഇനി ഈ വർഷത്തെ സാലറിയാണ്, അത് പൈസ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വർഷത്തെ ചിലവായതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്യാൻ കൂടി വേണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ട്രാൻസാക്ഷൻ നമ്പർ 3 അസറ്റിൽ അത് വരുന്നില്ല, കാരണം ക്യാഷ് കൊടുക്കുന്നോ കിട്ടുന്നോ ഒന്നുമില്ല, വേറെ അസറ്റിനെ ബാധിക്കുന്നൊന്നുമില്ല. ലാബിലിറ്റിയിൽ പുതിയൊരു ലാബിലിറ്റി വരുന്നു, സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ആ കോളത്തിൽ രേഖപ്പെടുത്തുക 1000. ഇപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഇനത്തിൽ 1000 രൂപ നമ്മളിനി കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നർത്ഥം. ഇനി സാലറി എന്ന് പറയുന്നത് ഈ വർഷത്തെ ചിലവാണ്. അപ്പോൾ ഈ വർഷത്തെ ചിലവായതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ കോളത്തിൽ -1,000 രേഖപ്പെടുത്തുക. ഇനി അസറ്റിൽ ക്യാഷ് 48,000, സാലറി 1,000, ക്യാപിറ്റൽ 47,000 വരും. ഇനി അതേപോലെ നാലാമത്തത് സാലറി പ്രീപെയ്ഡ്, മുൻകൂട്ടി കൊടുത്തത് 3,000 രൂപ. അപ്പോൾ മുൻകൂട്ടി നമ്മൾ കൊടുത്തു എന്ന് പറയുമ്പോൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ട് അവിടെ. അടുത്ത വർഷം കൊടുക്കേണ്ട സാലറിയാണ്, അത് നമ്മൾ ഈ വർഷം തന്നെ കൊടുത്തു. അപ്പോൾ ഈ വർഷം തന്നെ പൈസ കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്യാഷിൽ നിന്ന് ലെസ് ചെയ്യണം, കാരണം ക്യാഷ് നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ സാലറി പ്രീപെയ്ഡ് കൂടുതൽ കൊടുത്തതാണ്, അഡ്വാൻസ് കൊടുത്തതാണ്. അപ്പോൾ അഡ്വാൻസ് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അസറ്റായിട്ടാണ് വരേണ്ടത്, കാരണം ഒരു ഡെപ്പോസിറ്റ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയം നമുക്ക് അവർക്ക് അത് തിരിച്ചു വാങ്ങിക്കാം. അവർക്ക് കൊടുക്കേണ്ട സമയം ആയിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പൈസ നമുക്ക് അവർക്ക് തിരിച്ചു വാങ്ങിക്കാം, കാരണം അവർക്ക് കൊടുക്കേണ്ട സമയമായിട്ടില്ല. ഒരു ഡെപ്പോസിറ്റ് പോലെ വലിയ ഒരു അഡ്വാൻസ് കൊടുത്തതായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ട് അതൊരു അസറ്റായിട്ട് നമ്മൾ എഴുതണം. അസറ്റ് കോളത്തിൽ രണ്ടാമത്തെ അസറ്റ് രേഖപ്പെടുത്തുക, സാലറി പ്രീപെയ്ഡ്. പിന്നെ ലാബിലിറ്റി ഒന്നുമില്ല, അത് ക്യാപിറ്റലിനെ ബാധിക്കില്ല, കാരണം ഈ വർഷത്തെ സാലറി അല്ല. നമ്മൾ പൈസ കൊടുത്തു എന്നുള്ളത് ശരി തന്നെ, പക്ഷെ അത് ഈ വർഷത്തെ സാലറി ഇനത്തിൽ കൊടുത്ത പൈസയല്ല, അടുത്ത വർഷത്തെ സാലറിയാണ്. അടുത്ത വർഷം കൊടുക്കേണ്ട സാലറി ഈ വർഷം ക്യാഷ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാഷ് കൊടുത്തോ കിട്ടിയോ എന്നല്ല നമ്മൾ ഇവിടെ നോക്കുന്നത്, അത് ഈ വർഷത്തെ ചിലവാണോ വരവാണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ വർഷത്തെ ചിലവല്ല, അടുത്ത വർഷത്തെ ചിലവാണ്, പക്ഷേ അതിൻ്റെ പൈസ നമ്മൾ മുൻകൂട്ടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റലിനെ ബാധിക്കുന്നില്ല. നമ്മൾ നേരത്തെ പഠിച്ചു, രണ്ടാമത്തെ ചാപ്റ്ററിൽ എക്രൂവൽ ബേസിസിലാണ് അക്കൗണ്ട്സ് തയ്യാറാക്കുന്നതെന്ന് പഠിച്ചു. അപ്പോൾ എക്രൂവൽ ബേസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ചിലവുകളും വരവുകളും അതാത് വർഷത്തെ ചിലവുകളും വരവുകളാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. പൈസ കിട്ടിയോ കൊടുത്തോ എന്നുള്ളതല്ല. പൈസ ചിലപ്പോൾ കിട്ടാം, ചിലപ്പം കൊടുക്കാം, പക്ഷേ ഈ വർഷത്തെ ചിലവും വരവുമാണെങ്കിൽ ഈ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മളത് രേഖപ്പെടുത്തണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം സാലറി പ്രീപെയ്ഡ് എന്ന് പറയുന്നത് ക്യാഷ് കൊടുത്തതുകൊണ്ട് ക്യാഷിൽ നിന്ന് മൈനസ് ചെയ്യുക. സാലറി പ്രീപെയ്ഡ് ഒരു അഡ്വാൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് പോലെയാണ്. അതുകൊണ്ട് തന്നെ അത് അസറ്റ് സൈഡിൽ അത് അനദർ അസറ്റായിട്ട് കാണിക്കുക, സാലറി പ്രീപെയ്ഡ്. അത് ക്യാപിറ്റലിനെ ബാധിക്കില്ല, കാരണം ഈ വർഷത്തെ ചിലവല്ല, അടുത്ത വർഷത്തെ ചിലവാണ് അത്. ഇനി ട്രാൻസാക്ഷൻ നമ്പർ 4 രേഖപ്പെടുത്തുക. ക്യാഷ് കോളത്തിൽ -3,000, അസറ്റിൽ സാലറി പ്രീപെയ്ഡ് 3,000. ഇനി നെറ്റ് ക്യാഷ് വരുന്നത് 45,000, സാലറി പ്രീപെയ്ഡ് 3,000, ലാബിലിറ്റി
salary outstanding 1000, capital 47,000. Next, he introduced an additional capital of rupees 5,000. ബിസിനസ്മാൻ വീണ്ടും ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്നു. അപ്പോൾ ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരുമ്പോൾ ക്യാഷ് കൂടും, ക്യാപിറ്റലും കൂടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അഞ്ചാമത്തെ ഇടപാട് ക്യാഷ് കോളത്തിൽ പ്ലസ് 5,000, ക്യാപിറ്റൽ കോളത്തിലും പ്ലസ് 5,000. അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് ക്യാഷ് 50,000, സാലറി പ്രീപെയ്ഡ് 3,000, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 1,000, ക്യാപിറ്റൽ 52,000 വരും. ഇനി അസറ്റ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അസറ്റിൽ ക്യാഷ് 50,000, സാലറി പ്രീപെയ്ഡ് 3,000. ലാബിലിറ്റിയിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് 1,000, ക്യാപിറ്റൽ 52,000. അപ്പോൾ 53,000 ടോട്ടൽ അസറ്റും 53,000 ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റലും കിട്ടും. ഇനി നമുക്ക് ഒരു അസൈൻമെൻ്റ് ആണ്. ഈ അസൈൻമെൻറ്റ് ആദ്യം ചെയ്തു നോക്കുക, അതിനുശേഷം അതിൻ്റെ ആൻസറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. പ്രിപ്പയർ അക്കൗണ്ടിങ് ഇക്വേഷൻ ഫ്രം ദി ഫോളോയിങ്. നിസാർ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് rupees 50,000 and furniture rupees 6,000. Second, purchased goods on credit rupees 7,000. Third, sold goods costing rupees 3,000 for rupees 4,000. 4, wages paid rupees 2,000. 5, rent outstanding rupees 500. 6, commission prepaid rupees 1,200. അപ്പോൾ ഈ അസൈൻമെൻറ്റ് ആദ്യം ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രം ആൻസറായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇനി എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് റെക്കോർഡിങ്. അപ്പോൾ എങ്ങനെ ബുക്കിൽ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.